നമസ്കാരം. ഗ്രാമ്യ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്കാണ് ആദ്യം. പെരിഞ്ഞനത്ത് ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് 3 കിലോമീറ്റർ ദൂരം പറന്നുപോയി. പെരിഞ്ഞനം പൊന്മാനിക്കുളത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE വാർഷികവും കുടുംബസംഗമവും ശനിയാഴ്ച. വാർത്തകളിലേക്ക് വിശദമായി. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് 3 കിലോമീറ്റർ ദൂരമാണ് പറന്നുപോയത്. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത്. ചക്കരപ്പാടം പോനിശ്ശേരി അബ്ദുൾ മനാഫിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്നു വീണത്. 10 അടി നീളവും 4 അടി വീതിയുമുള്ള ബോർഡ് 3 കിലോമീറ്റർ പറന്നത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും. ഇതിനിടെ ഇതിന്റെ വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം സത്യമാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നത്. ആകാശത്ത് എന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാടം സ്വദേശി ഷജീബാണ് ദൃശ്യം പകർത്തിയത്. തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE 21ാം വാർഷികവും കുടുംബസംഗമവും ഓഗസ്റ്റ് 23 ശനിയാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1ാം വാർഷികവും കുടുംബസംഗമവും തളിക്കുളം ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ വെച്ച് ശനിയാഴ്ച 23 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട നാട്ടിക MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. തളിക്കുളം ബഡ് സ്കൂളിൽ ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ വിവിധ പരിപാടികളോടെയാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ CC മുകുന്ദൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് EK ബഷീർ അധ്യക്ഷനാവും. രക്ഷാധികാരി ഗഫൂർ തളിക്കുളം ആമുഖ പ്രഭാഷണം നടത്തും. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, കൊടുങ്ങല്ലൂർ DYSP VK രാജു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. തുടർന്ന് വിദ്യാഭ്യാസ പുരസ്കാരം, റിട്ടയർ ചെയ്ത അംഗങ്ങൾക്കുള്ള സ്നേഹോപഹാരം എന്നിവ നൽകും. തളിക്കുളം പഞ്ചായത്തിലെ 70 കഴിഞ്ഞ് തിരഞ്ഞെടുത്ത 19 അമ്മമാർക്ക് ഓണപ്പുടവയും കൈനീട്ടവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്യും. ഉച്ചയ്ക്ക് നടക്കുന്ന സമാപന സമ്മേളനം മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിൻ റിഥം റോക്സ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി ജനറൽ കൺവീനർ ഗഫൂർ തളിക്കുളം, ജനറൽ സെക്രട്ടറി TK ഇബ്രാഹിംകുട്ടി, മുൻ പ്രസിഡന്റ് ദേവരാജ് കൊല്ലാറ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ വാസൻ കോഴിപ്പറമ്പിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തളിക്കുളത്തുകാരുടെ ഒരു കൂട്ടായ്മ UAE പ്രവർത്തിക്കുന്ന തളിക്കുളം പ്രവാസി അസോസിയേഷൻ 21 വർഷമായി ഞങ്ങളൊരു കുടുംബം പോലെ അവിടെ ജീവിക്കുന്നു. പ്രവാസി അസോസിയേഷൻ്റെ 21ാമത് കുടുംബ സംഗമം തളിക്കുളം ഹൈസ്കൂൾ ബ്ലൂമിംഗ് ബഡ്സ് സ്കൂളിൽ വെച്ച് 23 ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ നടക്കുകയാണ്. പ്രധാനപ്പെട്ട പരിപാടികൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരം, പിന്നെ 70 വയസ്സ് കഴിഞ്ഞ വിധവകളായ അമ്മമാർക്ക് ഓണപ്പുടവയും കൈനീട്ടവും, പിന്നെ പ്രവാസി അംഗങ്ങൾക്കുള്ള സ്നേഹോപകാരം, സ്നേഹവിരുന്ന്, പിന്നെ കൊച്ചി നൃത്തം റോക്സ് അവതരിപ്പിക്കുന്ന ഗാനമേള, ഇതൊക്കെയാണ് അന്നത്തെ പരിപാടികൾ. ഓണ കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 1000 രൂപ വെച്ചിട്ട് കൊടുക്കുന്നു. അതിൽ രാഷ്ട്രീയമോ മറ്റുള്ള യാതൊരു ഞങ്ങളെ അംഗങ്ങളിൽ നിന്നുള്ളവരെ ആരെയും ഞങ്ങൾ കുടുംബങ്ങളിൽ നിന്നുള്ള ആരെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നാട്ടിലുള്ള നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ റിട്ടയർഡ് ആയിട്ടുള്ള ഞങ്ങളെ തളിക്കുളം പ്രവാസി അസോസിയേഷൻ പ്രത്യേകത 21 വർഷമായി നമ്മളിതിൽ കൃത്യമായിട്ട് മനുഷ്യക്ക് തന്നു വരുന്നവർ ഏതെങ്കിലും കാരണവശാൽ നാട്ടിലേക്ക് തിരിച്ചു പോരുമ്പോൾ ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കാത്തൊരു റിട്ടയർമെൻറ്റ് ലെറ്റർ തന്നു കഴിഞ്ഞാൽ അവർ എത്ര കൊല്ലം നമ്മുടെ പരിസംഖ്യ വെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ആനുപാതികമായിട്ട് നമ്മളെന്ന് വെച്ചാൽ അവർക്കുള്ള ആനുകൂല്യം ഞങ്ങൾക്ക് കൊടുക്കുന്നത് വർഷത്തിൽ ഒരിക്കലും അങ്ങനെ വിട്ടുപോരുന്നത്. ഞാനൊക്കെ
ലൈഫ് മെമ്പറാണ്. അപ്പോൾ നമ്മളത് വിട്ടുപോരുന്ന ഇതില്ല, ചില അംഗങ്ങൾ വിട്ടുപോരും. അപ്പോൾ അത് ഈ 25,000 രൂപയുടെ ഇടയിൽ വരുന്ന തുക അവർക്ക് നമ്മൾ ഗവൺമെൻറ്റായിട്ട് ഈ ഇത്തരത്തിലുള്ള കുടുംബ സംഗമം നടക്കുമ്പോൾ നമുക്ക് കൊടുക്കാറുണ്ട്. അത് നമ്മൾ ഇവിടെ വെച്ചിട്ടും അത്തരത്തിലുള്ള നാല് അംഗങ്ങൾ റിട്ടയർമെൻ്റ് ഉണ്ട്, അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്നും മരണപ്പെടുന്ന അംഗങ്ങൾക്ക് 1,00,000 രൂപ ഞങ്ങൾ അവരുടെ നോമിനി, അതായത് മറ്റേ പക്ഷേ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മക്കൾക്കോ മാതാപിതാക്കൾക്ക് അവർ നോമിനി എഴുതിയിട്ടുണ്ടാവുന്ന അവർക്ക് ഞങ്ങൾ കൊടുക്കാതെ. അഖിലേന്ത്യാ കിസാൻ സഭ 2025 മെമ്പർഷിപ്പിന്റെ ആദ്യ വിഹിതം AIKS ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. KP സ്മാരകത്തിൽ നടന്ന ചടങ്ങിൽ ബാബു വിജയകുമാർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് MB സുരേഷും ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാറും മണ്ഡല വിഹിതം ഏറ്റുവാങ്ങി. മണ്ഡലം സെക്രട്ടറി BR മോഹൻദാസ്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ സീന കണ്ണൻ, PK ചന്ദ്രശേഖരൻ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, മധുലാൽ പള്ളത്ത്, സബിത ബൈജു, രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ മണപ്പുറം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AKCA ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾക്കും മേഖലാ PST അംഗങ്ങൾക്കും സ്വീകരണം നൽകി. AKCA സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒരു ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. കാരണം നമ്മുടെ ജില്ലാതലത്തിലുള്ള കഴിഞ്ഞ കാലപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ മെമ്പർമാരെയും അതെങ്ങനെ ചേർത്ത് നിർത്തി എന്നത് പ്രധാനമായും ജില്ലയുടെ PST എടുത്ത നിലപാടുകൾ തന്നെയായിരുന്നു എന്ന് നമുക്ക് ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. മണപ്പുറം മേഖലാ പ്രസിഡന്റ് നാസർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് സമീർ PM, ജില്ലാ സെക്രട്ടറി ബാലൻ കല്യാണീസ്, ജില്ലാ ട്രഷറർ അബ്ദുൾ അസീസ്, മേഖലാ സെക്രട്ടറി ആസിഫ്, ദേവസി CO എന്നിവർ സംസാരിച്ചു. ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇന്ന് മണപ്പുറം മേഖലയിൽ നടത്തപ്പെട്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്, അതായത് ജില്ലാ PST അല്ലെങ്കിൽ മേഖല PSTകൾ എന്ന് പറയുമ്പോൾ മേഖലകളെ ഇനിയുള്ള 3 വർഷത്തേക്ക് നയിക്കുന്ന അംഗങ്ങളാണ് മേഖല PSTകൾ. എമ്മാട് TR അയ്യപ്പൻ മാസ്റ്റർ സ്മാരക വായനശാലയുടെ വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും KB സംഗീത സ്മാരക വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. 5,000 രൂപയും മെമ്മന്റോയും അടങ്ങിയ പുരസ്കാരം 4 മികച്ച വിദ്യാർത്ഥികൾക്ക് സമർപ്പിച്ചു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു. വായനശാല അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വായനശാല പ്രസിഡന്റ് TS രാജു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പ്രവർത്തകൻ TS സജീവൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. കവിയും നാടക പ്രവർത്തകനുമായ സുധീഷ് അമ്മവീട് മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ലൈബ്രറി നേതൃസമിതി കൺവീനർ ശ്രീനിവാസൻ ഐനിപ്പുള്ളി, വായനശാല വൈസ് പ്രസിഡന്റ് ജിഷ, ലൈബ്രറിയൻ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച വായനശാല സെക്രട്ടറി സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു. വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാപരിപാടികൾ, പാട്ട്, നൃത്തം, അങ്ങനെ പോയി ഭക്ഷണമൊക്കെ ആയി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു പ്രതീക്ഷയിലും ആകാംക്ഷയിലും വരുമ്പോൾ വലിയ വർത്തമാനങ്ങൾ ചിലപ്പോഴെങ്കിലും ഒരു അരോചകമായി തോന്നാം. അപ്പോൾ ഒരു വലിയ വർത്തമാനവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ എൻ്റെ മുമ്പിൽ ഒട്ടേറെ പ്രതിഭകൾ, ബഷീർഖാനെ സൂചിപ്പിച്ചു, ബഷീർക്ക് അടക്കമുള്ള ആൽഫിയുണ്ട്, എനിക്ക് പരിചയമായിട്ടുള്ള കുറേ പേര് ഉണ്ട്. TR അയ്യപ്പൻ മാഷുടെ പേരിലുള്ള ഈ വലിയ വായനശാലയിൽ ഒരിക്കൽ കൂടി വരാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം ആദ്യമായി ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ മികച്ച വിജയം നേടിയിട്ടുള്ള കുട്ടികൾ സമ്മാനം വാങ്ങാൻ വേണ്ടി നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ സമ്മാനം വാങ്ങുന്ന മറ്റു വാർത്തകൾ നോക്കാം ഇടവേളയ്ക്ക് ശേഷം.
മെഗാ ഓണം ഓഫർ. ഈ ഓണം നമ്മുടെ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആഘോഷിക്കൂ. നിങ്ങളുടെ ഓരോ പർച്ചേസിനും ഓണപ്പുടവയും മറ്റനേകം സമ്മാനങ്ങളും 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങളുടെ ഒരു വലിയ ശേഖരം നിങ്ങളെ കാത്തിരിക്കുന്നു. ഡയമണ്ട് ആഭരണങ്ങൾക്കും 80 കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ട്രെൻഡി സിൽവർ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. നിങ്ങളുടെ പഴയ സ്വർണ്ണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണ്ണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. ഈ ഓണക്കാലത്ത് 0% എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വിലയിലോ തൂക്കത്തിലോ കുറയാതെ പുതിയ സ്വർണ്ണാഭരണമാക്കി മാറ്റൂ. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തൃപ്രയാർ. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പണിക്കൂലി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ, 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ, ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്ക് ഒഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES. Affiliated to Calicut University, approved by Government of Kerala and AICTE.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബികോം കോഓപ്പറേഷൻ, ബികോം ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCOM NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, NES, തൃപ്രയാർ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. NDRF സംഘം നടത്തിയ തിരച്ചിലാണ് പൊന്മാനിക്കുടം കടവിന്റെ 1/2 കിലോമീറ്റർ തെക്ക് മാറി അഖിൽ രാജിന്റെ മൃതദേഹം കണ്ടെത്തിയത്. കയ്പമംഗലം പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് ബൈക്ക് യാത്രികൻ കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ അഖിൽ രാജിനെ പുഴയിൽ വീണ് കാണാതാകുന്നത്. ഫയർഫോഴ്സിന്റെ തെരച്ചിലിൽ ബൈക്ക് കണ്ടെത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്തിയിരുന്നില്ല. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി പ്രകാരം മുട്ടക്കോഴി വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. 600 ഗുണഭോക്താക്കൾക്കാണ് കോഴി വിതരണം ചെയ്തത്. മുട്ടയുടെ ഉൽപ്പാദനം പഞ്ചായത്തിൽ വർദ്ധിപ്പിക്കുന്നതിനാണ് പദ്ധതി നടപ്പിലാക്കിയത്. വൈസ് പ്രസിഡന്റ് BR ജിത്ത് അധ്യക്ഷനായി. ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തപതി KA, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ BK മണിലാൽ, EP അജയ് ഘോഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജെറി എന്നിവർ പങ്കെടുത്തു. മുട്ടക്കോഴി വിതരണമാണ്. നമ്മൾ 2 ഘട്ടങ്ങളിലായി 600 പേർക്ക് 600 ഗുണഭോക്താക്കൾക്കാണ് നമ്മളിന്ന് കോഴി വിതരണം ചെയ്യുന്നത്. 300 കോഴികളെ നമ്മൾ ഇന്ന് വിതരണം ചെയ്യും. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം 2ാമത്തെ ഘട്ടവും വിതരണം ചെയ്യും. നമ്മുടെ മുട്ടയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനാണ് നമ്മുടെ പ്രിയപ്പെട്ട മൃഗസ്നേഹികൾക്ക് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. മതിലകം പടിയൂർ പൈതൃകം സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 3ാമത് പൈതൃകം ജലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. YMC ഹാളിൽ നടന്ന ചടങ്ങിൽ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം OA ജൻഡ്രീൻ അധ്യക്ഷത വഹിച്ചു. പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു, മതിലകം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MK പ്രേമാനന്ദൻ, പഞ്ചായത്ത് അംഗം സഞ്ജയ് ശാർക്കര, വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് അശോകൻ, പടിയൂർ പഞ്ചായത്ത് അംഗം ജോയ്സി ആന്റണി, ക്ലബ്ബ് സെക്രട്ടറി ഷമീർ, പ്രസിഡന്റ് സുബിൻ കുമാർ, ട്രഷറർ ജോസി, വൈസ് പ്രസിഡന്റ് ഫിറോസ് എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർപേഴ്സണായി സീനത്ത് ബഷീർ, വർക്കിംഗ് ചെയർമാനായി OA ജൻഡ്രിൻ, ജനറൽ കൺവീനറായി അനിൽകുമാർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനായി മാർട്ടിൻ പെരേര, വളണ്ടിയർ കമ്മിറ്റി ചെയർമാനായി SI അശ്വിൻ റോയ്, കൺവീനറായി ലെനിൻ രാജ് എന്നിവരെ യോഗം തെരഞ്ഞെടുത്തു. ഉള്ള സഹോദരന്മാരാണ്. അവരുടെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ 2 വർഷക്കാലം ഈ ജലോത്സവം ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ 3ാമത്തെ അതൊരു ഗംഭീരമായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം 9 ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഇവരുടെ കണക്കിൽ പറയുന്നത്. അപ്പോൾ ഈ 9 ലക്ഷം രൂപ ഈ സമയത്ത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ്. എന്നാലും നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് പുതിയ കുട്ടികൾക്കൊന്നും ഈ ജലോത്സവമൊന്നും കാണുമ്പോഴത്തുള്ള ഇഷ്ടമല്ലാണ്ട് അതിനോട് വലിയ ഇതൊന്നുമില്ല. പക്ഷെ നമ്മുടെ പഴയ കുട്ടികൾക്കും പഴയ ആളുകൾക്കും ഈ ജലോത്സവത്തിനോടുള്ള വളരെയധികം ഇഷ്ടമൊക്കെ തോന്നുന്നത്. കൊടകരയ്ക്ക് പൊന്നിൻ പ്രൗഢിയേകി ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് കഴിഞ്ഞ 45 വർഷത്തെ സേവന പാരമ്പര്യമുള്ള രാജ് ഗ്രൂപ്പിന്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃപ്പയാറിലെ വൻ വിജയത്തിന് ശേഷമാണ് ഇപ്പോൾ കൊടകരയുടെ മണ്ണിലും എത്തിയിരിക്കുന്നത്. വിലാസിനി ചെമ്പാറ, വിജയൻ ചെമ്പാറ, ഉണ്ണികൃഷ്ണൻ ചെമ്പാറ, ശശി പോട്ടയിൽ, ഉഷ പോട്ടയിൽ, ഇഷാര MD സാഗർ പോട്ടയിൽ, ജിൻമ സാഗർ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. പ്രശസ്ത സിനിമാ താരം നമിത പ്രമോദ് ഇഷാരയുടെ 2ാമത് ഷോറൂം ഉദ്ഘാടനം നിർവഹിച്ചു. 45 വർഷത്തോളം മാനുഫാക്ചറിങ് ആൻഡ് ഹോൾസെയിലിൽ വലിയ പാരമ്പര്യമുള്ള ഗ്രൂപ്പാണ് രാജ് ഗ്രൂപ്പ്. രാജ് ഗ്രൂപ്പിൻ്റെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ 2ാമത്തെ ഷോറൂമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. തൃപ്രയാറും ഉണ്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അകത്ത് എന്തൊക്കെയാണ് കളക്ഷൻസ് എന്ന് കാണാൻ. അതുപോലെ ഹേർഡ് ഒരുപാട് നല്ല ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറീസിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള കളക്ഷൻസാണ് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. തൃപ്രയാറും ഇവിടെയും മാത്രമല്ല കേരളത്തിലെ എല്ലാ ഭാഗത്തും
ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പുതിയ പുതിയ ഷോറൂംസുമായിട്ട് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഇന്ന് നിങ്ങളെല്ലാവരെയും ഇവിടെ കാണാൻ സാധിച്ചതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഈ വേദിയിൽ പങ്കിടാൻ സാധിക്കുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും ഞങ്ങളൊക്കെ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് നിങ്ങളെല്ലാവരും ഉള്ളതുകൊണ്ടാണ്. ജലജ രാജൻ ചെമ്പാറയിൽ ആദ്യ വിൽപ്പന നടത്തി. KR ഗ്രൂപ്പ് ചെയർമാൻ KR ദിനേശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. TJ സനീഷ് കുമാർ MLA, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, പഞ്ചായത്ത് അംഗം CD സിബി, കേരള ഗോൾഡ് ആൻഡ് സിൽവർ അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ചെറിയത്ത്, ജ്വല്ലറി മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NK സാബു, കൊടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി ജോസഫ്, BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് എന്നിവർ ഉദ്ഘാടന വേളയിൽ ആശംസകളുമായി എത്തിച്ചേർന്നു. ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സ്വാഗതവും MD സാഗർ പോട്ടയിൽ നന്ദിയും പറഞ്ഞു. ഇഷാര PRO ഉബൈദ്, സീനിയർ ഷോപ്പ് മാനേജർ ജിൻസൺ മംഗളം എന്നിവർ നേതൃത്വം നൽകി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളാണ് ഇഷാര ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന വേളയിൽ എത്തിയവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത 3 ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സെപ്റ്റംബർ 30 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ബെമ്പർ സമ്മാനമായി കപ്പിൾ പാക്കേജിൽ മലേഷ്യൻ ട്രിപ്പിനുള്ള അവസരവും ഉണ്ട്. കൂടാതെ ഷോറൂം സന്ദർശിക്കുന്നവരിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് ചെയിൻ സമ്മാനമായി ലഭിക്കും. സ്വപ്നതുല്യമായ ഡിസൈനിങ് സ്വർണ്ണാഭരണങ്ങളുടെയും ക്വാളിറ്റി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും കമനീയ ശേഖരം തന്നെയാണ് ഇഷാരയിൽ ഒരുക്കിയിരിക്കുന്നത്. ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാം. സന്ദർശിക്കുക ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കൊടകര. മണ്ണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം താമസിക്കുന്ന മരോട്ടിക്കൽ അയ്യപ്പക്കുട്ടിയുടെ മകൻ പ്രേമൻ നിര്യാതനായി. 66 വയസ്സായിരുന്നു. ജിജയാണ് ഭാര്യ. പ്രിയങ്ക, പ്രണവ് എന്നിവർ മക്കളും അജിത് മരുമകനുമാണ്. കാരമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് സമീപം ചെറിയത്ത് വാപ്പോൻ ജോണിയുടെ മകൻ ജോയ് നിര്യാതനായി. 58 വയസ്സായിരുന്നു. കാരമുക്ക് SNGS സ്കൂൾ ബസ് ഡ്രൈവറും ഓട്ടോറിക്ഷ തൊഴിലാളിയുമായിരുന്നു. അമ്മ ത്രേസിക്കുട്ടി, ബെറ്റിയാണ് ഭാര്യ. എൽജോ, ജോയൽ എന്നിവർ മക്കളാണ്. ഇനി പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പെരിഞ്ഞനത്ത് ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് 3 കിലോമീറ്റർ ദൂരം പറന്നുപോയി. പെരിഞ്ഞനം പൊന്മാനിക്കുളത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം പ്രവാസി അസോസിയേഷൻ UAE-യുടെ വാർഷികവും കുടുംബസംഗമവും ശനിയാഴ്ച. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.